വിഷം ചീറ്റി വീണ്ടും ശശികല അമ്മച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇതിനെ അടിച്ച് നാട് കടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ പകുതി പ്രശ്നം അങ്ങ് തീരുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ വെതുങ്ങയോ വെതുങ്ങാതിരിക്കുകയോ എന്നെ തേങ്ങ വേണമെങ്കിലും ചെയ്തോ. ഇതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞത് ഈ സ്ത്രീ ആയതുകൊണ്ടും ഈ കോണ്ടെക്സ്റ്റ് ഇതായതുകൊണ്ടും നമുക്കത് പൂരിപ്പിക്കാം. അതായത് ഇത്രേ ഉണ്ടാവുകയുള്ളൂ. പാകിസ്ഥാൻ റിലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇവിടെ ഇന്ത്യയിൽ മന്ത്രിയാവാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന് ഇവർ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി കേരളത്തിൽ ആർക്കെങ്കിലും മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ശശികല അമ്മച്ചിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമല്ലോ. കാരണം പാസ്പോർട്ട് പറ്റില്ല, ജനന സർട്ടിഫിക്കറ്റ് പറ്റില്ല, ആധാർ കാർഡ് പറ്റില്ല, ഒരു സർട്ടിഫിക്കറ്റും പറ്റില്ല. ശശികല അമ്മച്ചിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ ഇനി കേരളത്തിൽ ആർക്കെങ്കിലും മുഖ്യമന്ത്രി ആവാൻ പറ്റും. ഈ അമ്മച്ചി എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? അമ്മച്ചി, ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഉണ്ടാവുമായിരിക്കും, വായിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയത്തില്ല. അപ്പോ അത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്നത് വായിക്കുക. പിന്നെ നിങ്ങൾ പലരോടും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയാറുണ്ട് അങ്ങ് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ. ഞാൻ പറയുന്നു നിങ്ങളോട്, നിങ്ങൾക്ക് ഇന്ത്യയിലെ നിയമത്തോടും ഇന്ത്യൻ ഭരണഘടനയോടും മുന്നോട്ട് പോകാൻ പറ്റില്ല, അതായത് അത് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോകൂ. കാരണം ഇന്ത്യയിൽ ഭരണഘടനയുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും ഭരണഘടനയും അനുസരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. അല്ലാത്ത ആളുകൾ എന്തിനാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്? ഇറങ്ങിപ്പോകണം. കാരണം ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യണം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയോ അല്ലെങ്കിൽ മറ്റു നിയമങ്ങളൊന്നും പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇറങ്ങിപ്പോകണം. ഇവർ പറയുന്ന കേൾക്കുമ്പോൾ, ആ ഗൗരവത്തിലൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്തോ കാര്യപ്പെട്ട കാര്യം പറയുകയാണെന്നാണ് തോന്നുക. പക്ഷേ ഇതുപോലുള്ള മണ്ടത്തരങ്ങളല്ലേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനിയുമുണ്ട് ബാക്കി. പറവൂര് ഭാഗത്ത് ഹൈന്ദവ സമൂഹത്തെ എങ്ങനെയൊക്കെ